തന്നെയാ അതായത് ഇത്രയല്ലേ ഇവിടെ അവരെ ചരിത്രം വിളമ്പി. ഏറ്റവും കൂടുതൽ ഇവർ സ്ഥിരം പറയുന്ന ഡയലോഗാണ് രാഷ്ട്രപതി തൊട്ട് ഇങ്ങോട്ടേക്ക് അവരേറ്റവും കൂടുതൽ ദളിതരെ അവരെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ നിയമിച്ചു, അവർ സംവരണം നോക്കിയില്ല, അവർ ഒന്നും നോക്കിയില്ല എന്നൊക്കെ പറയും. ഇതേ ഗോത്രവർഗ പ്രസിഡന്റ് ഉണ്ടായപ്പോഴാണ് ഇവിടെ ആദിവാസിയുടെ മേലെ BJP നേതാവ് മൂത്രമൊഴിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മളെടുത്ത് വിഷ്വൽസ് ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് കാണിക്കണം. ഈ ഗോത്രവർഗ പ്രസിഡന്റ് ഉണ്ടായ ശേഷമാണ് BJP നേതാവ് പറയട്ടെ, വേണ്ട പറയട്ടെ, നിങ്ങൾ കാണിക്കാതെ ഞാൻ പറയട്ടെ. ദ്രൗപദി മുർമുവെ നിങ്ങൾ ഗോത്രവർഗ ജനിതകത്തിൽ പെട്ടുന്നവരാണ് എന്ന് അംഗീകരിക്കുന്നുണ്ടോ? അവർക്ക് ഗോത്രവർഗ ജനിതകമല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ അവർ പ്രധാനപ്പെട്ട BJPയുടെ പ്രധാനപ്പെട്ട ഒരു വേദികളിലും ആ വനിത ഇല്ലാത്തത്. ഇന്ത്യയുടെ പ്രസിഡന്റാണ്, രാഷ്ട്രീയ വേദികളിൽ വരേണ്ടവരല്ല അവര്. അയോധ്യ രാഷ്ട്രീയവേദിയായിരുന്നോ ഷാബു? രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ രാഷ്ട്രീയവേദിയായിരുന്നോ ഷാബു പ്രസാദ്? അല്ല, കാര്യം അങ്ങനെയുള്ള വേദികളിൽ വരേണ്ട വ്യക്തിയല്ല പ്രസിഡന്റ്. അല്ല, പ്രാണപ്രതിഷ്ഠ രാഷ്ട്രീയവേദിയായിരുന്നോ? പ്രാണപ്രതിഷ്ഠ രാഷ്ട്രീയവേദിയായിരുന്നോ? സ്വന്തം നിയമം പാർലമെന്റ് ഉദ്ഘാടനം രാഷ്ട്രീയവേദിയായിരുന്നോ? സർ, പാർലമെന്റ് ഉദ്ഘാടനം രാഷ്ട്രീയവേദിയായിരുന്നോ? പാർലമെന്റിൽ വരേണ്ട രണ്ട് സന്ദർഭങ്ങളാണ്. പാർലമെന്റ് ഉദ്ഘാടനം രാഷ്ട്രീയവേദിയായിരുന്നോ? പാർലമെന്റിൽ വരേണ്ട സന്ദർഭങ്ങളിൽ മാത്രമേ പ്രസിഡന്റ് വരാറുള്ളൂ. അതായത് രാജ്യത്തിന് പുതിയൊരു പാർലമെന്റ് വരുന്നു, അങ്ങോട്ടേക്ക് വരണ്ട രാഷ്ട്രപതി അല്ലേ? രാജ്യത്തിന് പുതിയൊരു പാർലമെന്റ് വരുന്നു, അങ്ങോട്ടേക്ക് രാഷ്ട്രപതി വരണ്ട. BJP അവരുടെ മാനിഫെസ്റ്റോയിൽ ഇന്നേ വരെ പറയുന്ന ഏറ്റവും വലിയ നേട്ടമായി എടുത്ത് ലോക്സഭയിലേക്ക് കരുതി വെച്ചിരുന്ന ഏറ്റവും തുറപ്പിട്ട് പ്രാണപ്രതിഷ്ഠ, അങ്ങോട്ടേക്ക് നിങ്ങൾ ആഘോഷിക്കുന്ന രാഷ്ട്രപതി വരണ്ട അല്ലേ? പ്രസിഡന്റ് പങ്കെടുക്കേണ്ട ചടങ്ങുകൾ ഏതാണ്? പ്രസിഡന്റ് പാർലമെന്റിൽ വരേണ്ട സന്ദർഭങ്ങൾ ഏതാണ്? ഇത് കൃത്യമായ ഈ രാജ്യത്ത് പ്രോട്ടോകോൾ ഉണ്ട്. അതനുസരിച്ച് തന്നെയാണ് ചെയ്യുക. ഒരു ഗോത്രവർഗ പ്രസിഡന്റ് ഇവിടെ ഉണ്ടായെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയൂ. ഇപ്പോഴും ആദിവാസികളുടെ മേൽ മൂത്രം ഒഴിക്കുന്ന BJP നേതാക്കന്മാരില്ലേ? നിങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം പറയൂ. നിങ്ങൾ ഒരു കാര്യം കൂടെ പറയണം. ശബരിമലയിൽ അബ്രാഹ്മണ പൂജാരിമാരെ കൊണ്ടുവരണം, നിങ്ങൾ പറയും. അത് കേൾക്കട്ടെ ഞങ്ങൾ. അതൊക്കെ നിങ്ങളുടെ ഈ വായിന്ന് തന്നെ കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ചില പ്രത്യേക കാര്യങ്ങൾ മാത്രമല്ലോ. ഇവിടുത്തെ ബ്രാഹ്മണർ എന്ന് പറയുമ്പോഴേ അല്ല, ധന്യയുടെ ചോദ്യങ്ങൾ ചോദിച്ചേട്ടെ, ഞാൻ മറുപടി എത്തും. ശരി ശരി, ധന്യ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. വേണമെന്ന് BJP പറയോ? അല്ല, വേണമെന്ന് BJP പറയോ? കേരള സർക്കാരാണോ? ശബരിമലയിൽ അബ്രാഹ്മണ പൂജാരി വേണമെന്ന് ഇപ്പൊ ഷാബു പ്രസാദ് പറയോ? ഞാൻ പറയും, ഉറപ്പിച്ചു പറയും, വേണമെന്ന് പറയും, 100% പറയും. ക്ലിയർ അധികാരം വേണം. ഇവിടുത്തെ ബ്രാഹ്മണരും സവർണരും വലിയ ഗംഭീരരായതുകൊണ്ട് ഒന്നല്ല ഇവിടെ അവർക്ക് ഇവരിങ്ങനെ കിടന്ന് SC ST എന്ന് പറഞ്ഞ് തരം താഴ്ത്തുന്നത്. അവർ കൃത്യമായിട്ട് ഭരണകൂടത്തിൻ്റെ പിന്തുണയാണ് അവരുടെ ദിവ്യത്വം, അല്ലെങ്കിൽ അവരുടെ ഈ അഡീഷണൽ ഫിറ്റിങ്സ് എന്ന് പറയുന്നത്, അവർക്ക് കിട്ടുന്ന പിന്തുണ എന്ന് പറയുന്നത് ഈ ഭരണകൂടങ്ങളാണ്. കാലാകാലങ്ങളായി ഇന്ത്യ ഭരിച്ചവർ സവർണരെ മാത്രം ഇവിടെ പ്രതിഷ്ഠിച്ചു, ബാക്കി എല്ലാവരെയും ഇകഴ്ത്തി ഇതുപോലെ വല്ലപ്പോഴും ചേരികളിൽ പോയി ഉണ്ണാനും അവർക്ക് വളരാനും ഉള്ള ഒരു സ്പേസ് കൊടുക്കാതെ രാജ്യത്ത് 33 കോടി ദളിതരും ആദിവാസികളും ഉണ്ട്. ഈ പ്രസിഡന്റ് വന്ന ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ചേരിയെങ്കിലും മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന തരത്തിലാക്കി എടുത്തിട്ടുണ്ടോ? ഒരു ചേരിയെങ്കിലും മനുഷ്യന് ജീവിക്കാൻ, കുടിവെള്ളമുള്ള, കുഞ്ഞുങ്ങൾക്ക് സ്വതന്ത്രമായി സുരക്ഷിതമായി കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു വൃത്തിയുള്ള ഒരു ചേരിയാക്കി നിങ്ങൾ, ഒരു വൃത്തിയുള്ള സ്പേസ് ആക്കി നിങ്ങൾ അതിനെ മാറ്റിയിട്ടുണ്ടോ? നിങ്ങൾ എന്താണ് ഈ ഭരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പറയുന്നു നിങ്ങൾ എല്ലാവരെയും പ്രസിഡന്റ് ആക്കുന്നുണ്ട്, എല്ലാ ദളിതരും ഏറ്റവും കൂടുതൽ അവരെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് BJP ആണെന്ന് പറയുന്നു. ഇതുപോലെ ഒരു സൈഡിൽ ഒരു മൂത്രം ഒഴിക്കുക എന്ന ഒരു രീതിയുള്ള, അല്ലെങ്കിൽ അത് പാലിക്കുന്ന ഈ BJP അവർക്ക് നിങ്ങൾക്ക് എന്ത് സാമൂഹ്യ മാറ്റമാണ് ഇന്ത്യയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്? ഒരു ചേരി പോലെ ഒരു മനുഷ്യന് ഉറങ്ങാൻ പറ്റുന്ന, അവർക്ക് സമാധാനത്തോടെ പുലർച്ചെ എണീക്കാൻ പറ്റുന്ന ഒരു തരത്തിലാക്കിയിട്ടാണോ ഇവർ ഈ സംസാരിക്കുന്നത്? എന്ത് സാമൂഹ്യ മാറ്റമാണ് ഈ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ളത്? അത് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. പ്രസംഗിക്കുമ്പോൾ കുറേ അങ്ങ് പറയും. ഇവിടുത്തെ ബ്രാഹ്മണരും ഇവിടുത്തെ സവർണരും ഭരണകൂടത്തിന്റെ പിന്തുണ കൊണ്ട് മാത്രം അവർ മേന്മയേറിയതാകുന്നു. ഞങ്ങൾക്ക് അതിനുള്ള സ്പേസ് കിട്ടിയിട്ടില്ല.
ഞങ്ങൾക്ക് അതിനുള്ള സ്പേസ് കിട്ടിയാൽ യഥാർത്ഥ എന്തിനാ സുരേന്ദ്രൻ ഉണ്ണാൻ വരുന്നത്? എന്തിനാ? ഉച്ചയ്ക്ക് ഞങ്ങളോടൊപ്പം ഉണ്ട്, അവൻ വലിയ അഭിമാനമൂട്ട് ഉറപ്പിക്കുകയാണ്. വൈകിട്ട് നമ്പൂതിരിയുടെ കൂടെ ഉണ്ട്, അവൻ കീഴാളത്വം, അവിടെയാണ് അവന്റെ കീഴാളത്വം ഇരിക്കുന്നത്, ഞങ്ങളുടെ അടുത്തല്ല. അവൻ എഴുതി വെക്കേണ്ടത് സോറി എന്റെ ഭാഷ ചിലപ്പോ അങ്ങനെ അറിയത്തില്ല, എന്റെ മലയാളം അങ്ങനെ വരാറുണ്ട്. അദ്ദേഹം പറയണം എന്തുകൊണ്ട് നമ്പൂതിരിന്റെ കൂടെ ഉണ്ണുന്നു, അതാണ് കീഴാളത്വം. അയാൾക്ക് അഭിമാനം ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഉണ്ണുമ്പോഴാണെങ്കിൽ എന്തുകൊണ്ട് അയാൾ അത് എഴുതി വെക്കുന്നു? എന്തിനത് എഴുതി വെക്കുന്നു? ഞങ്ങളാരും ബുദ്ധിയില്ലാത്തവരാണോ? അല്ല, അതാണ് പ്രധാന ചോദ്യം. മാത്രമല്ല അതിൽ തെറ്റ് കേസുണ്ടെന്ന് മനസ്സിലാവുന്നില്ല, തിരുത്തപ്പെട്ടിട്ടുമില്ല. ഏതെങ്കിലും ഒരു IT സെൽ കൺവീനറോട് എന്തെങ്കിലും വിശദീകരണം ചോദിച്ചാൽ തീരുന്ന പ്രശ്നമാണോ? അങ്ങനെയൊന്നുമല്ല. ഇത് കേരളമാണ്. പന്തിഭോജനമൊക്കെ ഏതോ കാലത്ത് നമ്മൾ വിട്ടുകളഞ്ഞ സീനാണ്. നമ്മൾ നടത്തി വിപ്ലവം ഉണ്ടാക്കി കഴിഞ്ഞ് മുന്നോട്ട് വന്ന നാടാണ്. ഇവര് കണ്ടിന്യൂസ് ആയിട്ട് ഇവർ കൊണ്ടുപോകും. അതെ, ഏതെങ്കിലും നാട്ടിൽ നടക്കുന്ന ദളിത് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക എന്ന ഉടായ്പൊന്നും ഇവിടെ നടക്കില്ല. അത് ഇവിടെ വേണ്ട, കേരളത്തിൽ വേണ്ടെന്ന് പറയും.